നമസ്കാരം. ഡൽഹി തെരുവുകളിൽ അടുത്തിടെ അരങ്ങേറിയ വിദ്യാർത്ഥി പ്രതിഷേധവും അതിനു നേരെ ഉണ്ടായ പോലീസ് നടപടിയും രാജ്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ അതിരൂക്ഷമായിട്ടുള്ള പ്രക്ഷുബ്ധാവസ്ഥയിലേക്ക് നയിച്ചിരിക്കുകയാണ്. പാർലമെന്റ് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി ചാർജും പെല്ലറ്റ് പ്രയോഗവും ഉണ്ടായ ജൂലൈ 20 സംഭവം കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ലെന്നും മറിച്ച് ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധ ശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള ആസൂത്രിതമായിട്ടുള്ള ഭരണകൂട ഇടപെടലാണെന്നും പ്രതിപക്ഷ പാർട്ടികളും വിവിധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ആരോപിക്കുന്നു. സമാധാനപരമായിട്ട് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അതിക്രമത്തിന് ഇരയാക്കിയതിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിന് നേരിട്ട് പങ്കുണ്ടെന്ന രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ രാജ്യത്തുടനീളം ഉയർന്നു കേൾക്കുന്നത്. ഈ സംഭവത്തോടെ ഭരണകൂടവും രാജ്യത്തെ യുവജനങ്ങളും തമ്മിലുള്ള ഭിന്നത വീണ്ടും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. സംഭവത്തിന് പിന്നിലെ വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്ന പ്രമുഖ വ്യക്തിത്വങ്ങളുടെ പ്രസ്താവനകൾ വിഷയത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം ഇരട്ടിയാക്കിയിട്ടുണ്ട്. CJP സ്ഥാപകനായിട്ടുള്ള അഭിജിത് ദീപ്കെ നടത്തിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഭരണകൂടത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിമർശനങ്ങൾക്ക് ശക്തി പകരുന്ന രീതിയിലാണ് നിലവിലെ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടയിൽ ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ആഭ്യന്തരമന്ത്രിയുടെ രാജി എന്ന ആവശ്യം ശക്തമായി ഉയരുകയാണ്. പ്രതിഷേധങ്ങളുടെയും രാഷ്ട്രീയ പ്രസ്താവനകളുടെയും പശ്ചാത്തലത്തിൽ വിഷയം വരും ദിവസങ്ങളിൽ പാർലമെൻറ്റിനകത്തും പുറത്തും വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. അക്രമ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം വിദ്യാർത്ഥികളുടെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമങ്ങൾ സജീവമായിട്ട് നടക്കുന്നുണ്ടെന്നാണ് പ്രക്ഷോഭകർക്ക് തന്നെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. സംഭവ സ്ഥലത്ത് കല്ലേറുണ്ടായതിലും അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറിയതിലുമൊക്കെ തന്നെ ഗൂഢാലോചനയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അക്രമങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനായിട്ട് പോലീസിൻ്റെയും അതുപോലെ തന്നെ ഭരണകക്ഷി അനുകൂലികളുടെയും ഒക്കെ തന്നെ ഭാഗത്തുനിന്ന് നീക്കങ്ങളുണ്ടായി എന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഗൗരവകരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ക്രമസമാധാന പാലനത്തിന് പ്രാഥമിക ചുമതലയുള്ള ഏജൻസികൾ ഇത്തരം വീഴ്ചകൾക്ക് മറുപടി പറയേണ്ടതുണ്ടെന്നും യഥാർത്ഥ വസ്തുതകളെ മറച്ചുവെക്കാനായിട്ട് കഴിയില്ലെന്നും വിവിധ സാമൂഹിക പ്രവർത്തകർ വ്യക്തമാക്കുന്നു. സുരക്ഷാ ഏജൻസികളുടെയും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും പ്രവർത്തനക്ഷമതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. CJP പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് വിദേശത്തു നിന്നോ പുറത്തുനിന്നോ ഫണ്ട് ലഭിക്കുന്നുണ്ടെന്ന പ്രചരണം ആഭ്യന്തര സുരക്ഷയും രഹസ്യാന്വേഷണ സംവിധാനങ്ങളും പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവാണെന്ന് വിമർശകർ വാദിക്കുന്നു. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ പോലും കൃത്യമായി നിരീക്ഷിക്കാനായിട്ട് കഴിയാത്തത് ആഭ്യന്തര വകുപ്പിൻ്റെ വലിയ പരാജയമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ തന്നെ വിലയിരുത്തൽ. കൂടാതെ എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്ന യുവ നേതാക്കളെയും അവരുടെ കുടുംബങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഭീഷണികളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുമൊക്കെ ജനാധിപത്യപരമായിട്ടുള്ള മൂല്യങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. പൊതുപ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നേരെ ഉണ്ടാകുന്ന രാഷ്ട്രീയ ഭീഷണികൾ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിനായിട്ടുള്ള പരിഭ്രാന്തിയാണ് കാണിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കൾ ഇവിടെ ആരോപിക്കുന്നു. മുൻപ് ധർമ്മേന്ദ്ര പ്രധാൻ നേരിടേണ്ടി വന്ന സമാനമായ രാഷ്ട്രീയ തിരിച്ചടികൾ പരാമർശിച്ചുകൊണ്ട് നിലവിലെ ആഭ്യന്തര നേതൃത്വവും കടുത്ത ജനരോഷം ഇപ്പോൾ നേരിടേണ്ടി വരുമെന്ന് പ്രക്ഷോഭകർ ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പ്രസ്ഥാനങ്ങളെ ഭീഷണിയിലൂടെ തളർത്താമെന്ന കണക്കുകൂട്ടലുകൾ തെറ്റാണെന്നും മുമ്പത്തേക്കാൾ ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്യലുകൾ തുടരുമെന്നുമാണ് സമരരംഗത്തുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. തെരുവുകളിൽ ഉയരുന്ന പ്രതിഷേധ ശബ്ദങ്ങൾ നിലവിലെ ഭരണ നേതൃത്വത്തിന് വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിച്ചമർത്തലുകൾ ശക്തമാകുമ്പോഴും പിന്മാറാൻ തയ്യാറാകാതെ മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ നിശ്ചയദാർഢ്യം രാഷ്ട്രീയ തലത്തിൽ വൻ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. തങ്ങൾക്ക് നേരിടേണ്ടി വന്ന അതിക്രമങ്ങൾക്കും അനീതികൾക്കും ഭരണകൂടം ജനങ്ങളോട് കൃത്യമായി മറുപടി പറയേണ്ടി വരുമെന്ന് പ്രതിഷേധക്കാർ ഇവിടെ അടിവരയിടുന്നു. അധികാരം ഉപയോഗിച്ച് ശബ്ദങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നതിനെതിരെയുള്ള വികാരം അത് രാജ്യത്തുടനീളം പടരുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ രാഷ്ട്രീയ പോരാട്ടം കൂടുതൽ ശക്തമാകുമെന്നും തെരുവുകളിൽ ഉയരുന്ന ജനരോഷം ഭരണകൂടത്തിന് തിരിച്ചടിയാകുമെന്നുമുള്ള സൂചന നൽകിക്കൊണ്ട് രാജ്യത്തെ ജനകീയ പ്രക്ഷോഭങ്ങൾ പുതിയൊരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്.